السلام عليكم ورحمة الله. كيف حالكم وش أخباركم وعساكم طيبين. أيها الأحباء والمشتركين والمشاهدين، مرحبا بكم إلى دار العربية. ദാറുൽ അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ടോപ്പിക്കായിട്ടുള്ള വീഡിയോ അല്ല ഇത്, മറിച്ച് ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്ത വീഡിയോകളുടെ താഴെ വന്ന കമൻറ്റുകളിൽ ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു, ചില ചോദ്യങ്ങൾ. ഇതെങ്ങനെയാണ് അറബിയിൽ പറയാ എന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചില അറബി സെന്റൻസുകൾ, ഇതിന്റെ മലയാളം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റുകൾ കണ്ടു. അപ്പോൾ എല്ലാത്തിനും പിന്നെ ടൈപ്പ് ചെയ്ത് കമന്റിലൂടെ തന്നെ മറുപടി പറയുമ്പോൾ അതിൽ ചില പോരായ്മകൾ എനിക്ക് തോന്നി. കാരണം ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ ആ സെന്റൻസ് അത് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ കമന്റുകളിൽ കണ്ട ചോദ്യങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയ കുറച്ച് ചോദ്യങ്ങൾ എടുത്ത് അത് നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി തന്നെ തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ കുറച്ച് ചിരിച്ച ഒരു ചോദ്യം. അത് എന്തിനാണ് ചോദിച്ചത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അറബിയോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ആദ്യമായി എടുക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യേണ്ട, അത് വിട്ടേക്ക്, വെറുതെ സമയം കളയരുത്. ഇതാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ ഇങ്ങനത്തെ പറയാം, ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വിട്ടേക്ക്, വെറുതെ സമയം കളയല്ലേ എന്നൊക്കെ നമ്മൾ പറയും. അത് ഓരോ കേരളത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലാവുമ്പോൾ വ്യത്യസ്ത രീതികളായിരിക്കും. അപ്പോൾ അതിന്റെ കോമൺ ടേം ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അറബിയിൽ പറയാന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഈ ചോദ്യം എന്ത് ചെയ്തു, എൻ്റെ അറബി സുഹൃത്തുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ്, അതായത് അവരുടെ സംസാര ഭാഷയിൽ അവർ പറയുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഈ അറബി കണ്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. ഇദാ ബിത്സവി സവ്വ, ഇദാ ബിത്സവി സവ്വ ലാ ബയ്യ അൽ വഖ്ത്, ഇതാണ് അവൻ പറഞ്ഞത്. ഓക്കെ, ആദ്യത്തെ എന്താണ്? ഇദാ എന്നാണ്. ഇദാ എന്നാണ് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ, പക്ഷെ അത് ഇദാ എന്നാണ്. ദാ അല്ല, ദാ എന്ന സൗണ്ടാണ്. ഇദാ ഇദാ, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ബിത്സവി എന്നാണ്. അപ്പൊ ഇദാ ബിത്സവി എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ചെയ്യണമെങ്കിൽ എന്ന് നമ്മൾ പറയില്ല, അതിനാണ് ഇദാ ബിത്സവി. നീ ചെയ്യണമെങ്കിൽ ചെയ്യ് എന്ന് പറയണത് എങ്ങനെയാണ്? സവ്വ ഇദാ ബിത്സവി സവ്വ, നീ ചെയ്യണമെങ്കിൽ ചെയ്യ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസിൽ എന്ത് വിട്ടു? നീ ചെയ്യണമെങ്കിൽ ചെയ്യ് അല്ലെങ്കിൽ വിട്ടേക്ക് എന്നുള്ളതൊക്കെ ഈ സെന്റൻസിൽ പെട്ടു എന്നുള്ളതാണ്. അതിന് പ്രത്യേകം എന്ത് ചെയ്യില്ല, അവർ പ്രത്യേകം അതിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ഇദാ ബിത്സവി സവ്വ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇദാ ബിത്സവി സവ്വ, നീ ചെയ്യണമെങ്കിൽ ചെയ്യ്, ഇല്ല യൂത്തുറുക്കാതെ അല്ലെങ്കിൽ അത് വിട്ടേക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പക്ഷെ അവർ ആ സംസാര ഭാഷയിൽ അവർ പറയുന്ന ആ ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: ഇദാ ബിത്സവി സവ്വ, നീ ചെയ്യണമെങ്കിൽ ചെയ്യ് അല്ലെങ്കിൽ വിട്ടേക്ക്. അവസാനത്തെ എന്താണ്? ലാ വയ്യ അൽ വഖ്ത്. ഓക്കെ, ലാ വയ്യ അൽ വഖ്ത്, വെറുതെ സമയം കളയരുത്, അല്ലെങ്കിൽ നീ വെറുതെ സമയം കളയാണ് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അത് അത്രേ ഉള്ളൂ, ഇങ്ങനെ തന്നെയാണ് അത് പറയാന്നുള്ളത്. അപ്പോൾ ഞാൻ ഇദാ ബിത്സവി സവ്വ ലാ വയ്യ അൽ വഖ്ത്, ഇദാ ബിത്സവി സവ്വ, നീ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വിട്ടേക്ക്, ലാ വയ്യ അൽ വഖ്ത്, ഇല്ലെങ്കിൽ അത് വെറുതെ സമയം കൊല്ലിയാണ്, സമയം കളയലാണ്, വെറുതെ സമയം കളയരുത്, ഇങ്ങനെയൊക്കെ അതിന് വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എന്ത്? ചെയ്യണമെങ്കിൽ വിട്ടേക്ക്, വെറുതെ സമയം കളയണ്ട എന്നുള്ളതിന്റെ അറബി. ഇദാ ബിത്സവി സവ്വ ലാ വയ്യ അൽ വഖ്ത്. അടുത്ത ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു കമന്റാണ് അതിൽ കണ്ടത്. അതായത് ഒന്ന്, നീ അലിയെ വിളിച്ചോ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അലി നിന്നെ വിളിച്ചോ എന്നതാണ്. അപ്പൊ നീ അലിയെ വിളിച്ചോ, അലി നിന്നെ വിളിച്ചോ. അപ്പൊ ആദ്യം നീ അലിയെ വിളിച്ചോ എന്നുള്ളത് നോക്കാം. നീ അലിയെ വിളിച്ചോ, അപ്പൊ ആരാണ്? നീയാണ് വിളിച്ചത് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നീ ഇൻത്. ഇനി വിളിച്ചു എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്ക് എന്താണ്? ഇത്തസ്വല എന്നാണ്. ഇത്തസ്വല. ഓക്കെ, അപ്പൊ നീ വിളിച്ചു എന്നുള്ളതിന് അതിന് ചെറിയൊരു മാറ്റം വരും. എന്തായി? ഇത്തസ്വൽത്ത് എന്നായി. ഇത്തസ്വൽത്ത്, ഇൻത് ഇത്തസ്വൽത്ത്. ഓക്കെ, ഇതെന്താണ്? ഇൻത് ഇത്തസ്വൽത്ത്. ആരെയാണ് വിളിച്ചോണ്ട് ചോദിക്കുന്നത്? അല അലി. ഓക്കെ, അല അലി. ഇൻത് ഇത്തസ്വൽത്ത് അല അലി, നീ അലിയെ വിളിച്ചു എന്നായി ഈ സെന്റൻസ്. ഇനി അത് വിളിച്ചു എന്ന് ചോദിക്കാൻ എന്ത് മതി? ഒരു ചോദ്യചിഹ്നം ചേർത്ത് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ എന്തായി? നീ വിളിച്ചോണ്ടായി ഇൻത് ഇത്തസ്വൽത്ത് അല അലി. ഓക്കെ, ഇനി അലി നിന്നെ വിളിച്ചോ എന്ന് വേണം. അലി നിന്നെ വിളിച്ചോ, അപ്പൊ എന്താണ്? അലിയാണ് വിളിച്ചത് അല്ലെ? അപ്പൊ അലീനെ നമ്മൾ ആദ്യം കൊടുക്കുന്നു, അലി. ഇനി വിളിച്ചു എന്നുള്ളത്, അത് അലി എന്നുള്ളത് പിന്നെ എന്താണ്? അവൻ എന്നുള്ളൊരു മീനിങ്ങിലൊക്കെ വരിക. അപ്പൊ അലി ഇത്തസ്വൽ അല്ലെ? ഈ ഒരു സംഗതിയാണ് അവിടെയും വരിക.
അലി ഇത്തസൽ നിന്നെ എന്നുള്ളതിന് അല്ലെ അല അതിനോടൊപ്പം എന്തായി ക നിന്നെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ക എന്നുള്ളത് നിന്നെ അല്ലെങ്കിൽ നിന്റെ എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത്തസിൽ അലൈക് അലി ഇത്തസൽ അലൈക് അലി ഇത്തസൽ അലൈക് അലി നിന്നെ വിളിച്ചോ. ഇത്തസൽ അല അലി നീ അലിയെ വിളിച്ചോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്തസൽ അല അലി നീ അലിയെ വിളിച്ചോ. അലി ഇത്തസൽ അലൈക് അലി നിന്നെ വിളിച്ചോ എന്നുള്ളതായി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം. മറ്റൊരു ക്വസ്റ്റ്യൻ അത് ഇംഗ്ലീഷിലാണ് കൊടുത്തിരുന്നത്. ഐ വിൽ ഓപ്പൺ ദ ഡോർ വെൻ ഐ ഹിയർ യുവർ വോയിസ്. അതായത് നിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഡോറ് തുറക്കാം. ഇതെങ്ങനെ അറബിയിൽ പറയാമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ രണ്ട് സെന്റൻസ് ആണ്, നമുക്ക് അതിന് ബ്രേക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഐ വിൽ ഓപ്പൺ ദ ഡോർ, ഞാൻ വാതിൽ തുറക്കും എന്നുള്ളതിനാണ്. അപ്പൊ തുറക്കും എന്നുള്ളതിന്, തുറന്നു എന്നുള്ളതിന് ഫതഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. വേറെ വാക്കുകളുണ്ട് നമുക്ക്, അതായത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫതഹ എന്നുള്ളത്. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, യഫ്തഹ് എന്ന് പറഞ്ഞാൽ തുറക്കുന്നു എന്നർത്ഥം. ഓക്കെ, യഫ്തഹ്. ഓക്കെ, ബി യഫ്തഹ് എന്ന് പറഞ്ഞാൽ തുറക്കും എന്നർത്ഥം. ബി യഫ്തഹ്. അത് തന്നെ ഞാൻ തുറക്കും എന്ന് എങ്ങനെ പറയാം? ബഫ്തഹ് എന്നാണ് പറയാം. ഓക്കെ, ബഫ്തഹ്. ബഫ്തഹ് എന്ന് പറയും. ബഫ്തഹ്, ബഫ്തഹ് അൽബാബ്, ബഫ്തഹ് അൽബാബ്, ഞാൻ വാതിൽ തുറക്കും. ഓക്കെ, അപ്പൊ ഐ വിൽ ഓപ്പൺ ദ ഡോർ എന്നുള്ളതിന് എന്തായി? ബഫ്തഹ് അൽബാബ് എന്നായി. എപ്പോഴാണ്? വെൻ ഐ ഹിയർ യുവർ വോയിസ്, നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, സൗണ്ട് കേൾക്കുമ്പോൾ എന്നായി. അപ്പോ വെൻ ഐ ഹിയർ എന്നുള്ളതിന് എന്താണ്? ലമ്മ എന്നുള്ളതിനാണ് വെൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ് ലമ്മ എന്ന് പറഞ്ഞാൽ. ലമ്മ എന്ന് പറഞ്ഞാൽ എന്തായി? എപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നത് ലമ്മ. അപ്പോൾ എപ്പോഴാണ്? ലമ്മ അസ്മ, ഞാൻ കേൾക്കുമ്പോൾ എന്നാണ്. ഓക്കെ, വെൻ ഐ ഹിയർ അതാണ് ലമ്മ അസ്മ. പിന്നെ സൗണ്ടിന് സൗത്ത് എന്നാണ് പറയാ. അപ്പൊ നിന്റെ സൗണ്ടിന് എന്താ പറയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൗത്തക്. ലമ്മ അസ്മ സൗത്തക്. ബഫ്തഹ് അൽബാബ് ലമ്മ അസ്മ സൗത്തക്. ബഫ്തഹ് അൽബാബ് ലമ്മ അസ്മ സൗത്തക്. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്താണ്? ഞാൻ വാതിൽ തുറക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ബഫ്തഹ് അൽബാബ് ലമ്മ അസ്മ. അടുത്ത ചോദ്യം സൗത്തക്. അത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല, നമുക്ക് ഒരു കംപ്ലീറ്റ് സെന്റൻസിലേക്ക് ആക്കാൻ മതി. അപ്പൊ ചോദ്യം ഇതായിരുന്നു, അവർ കൊണ്ടുവരും എന്നെങ്ങനെയാണ് പറയാന്നുള്ളത്. കാരണം കൊണ്ടുവന്നു, കൊണ്ടുവരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ അതിൽ അവർ എന്നുള്ളത് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല, അതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം. അപ്പൊ അവർ കൊണ്ടുവരും എന്നെങ്ങനെ പറയുന്നുള്ളതാണ്. അപ്പൊ അവർ കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഒരു നല്ലൊരു സെന്റൻസ് ആക്കാം. അപ്പൊ അവർ കാർ കൊണ്ടുവരും, അല്ലെങ്കിൽ അവർ നാളെ കാർ കൊണ്ടുവരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെന്റൻസിലേക്ക് ആക്കി നോക്കാം. ഓക്കെ, അപ്പൊ കൊണ്ടുവന്നു എന്നുള്ളതിന് ജാബ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ജാബ. ജാബ എന്ന് പറഞ്ഞാൽ ബ്രിങ്, അത് കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിലാണ് ജാബ. ഓക്കെ, പിന്നെ യജീബ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും എന്നർത്ഥം. കൊണ്ടുവരും. ഓക്കെ, യജീബ് കൊണ്ടുവരും. അപ്പൊ ശരിക്കും യജീബ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്, കൊണ്ടുവരും എന്നല്ല, സോറി. യജീബ് കൊണ്ടുവന്നു. ഇനി കൊണ്ടുവരും എന്നുള്ളതിന് എന്താണ്? ബി യജീബ് എന്ന് പറയാം. ബി യജീബ്, ബി യജീബ്. അത് ഒരു സംസാരത്തിലേക്ക് വരുമ്പോൾ എന്താവും? ഈ യാ ഉണ്ടാവില്ല, ബിജീബ് എന്നായിരിക്കും പറയാം. ബിജീബ് എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവരും എന്നർത്ഥത്തിൽ, ഒരാൾ, ഒരു സിംഗിൾ പേഴ്സൺ, ഹി വിൽ ബ്രിങ് എന്നർത്ഥത്തിലാണ് പറയാം ബിജീബ് എന്നുള്ളത്. അതിനെ നമുക്ക് പ്ലൂറൽ ആക്കുമ്പോൾ ബി ജീബു എന്നാവും. ബി ജീബു. ഓക്കെ, ബിജീബു. ബിജീബു എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരും എന്നർത്ഥം. അപ്പൊ ബിജീബു, ബിജീബു എന്താണ്? കാറല്ലേ? അസയ്യാറ, അസയ്യാറ ബുക്ര. ഓക്കെ, അപ്പൊ അവർ നാളെ എന്ത് ചെയ്യും? കാറ് കൊണ്ടുവരും. അപ്പൊ ബിജീബു അസയ്യാറ ബുക്ര. ബിജീബു അസയ്യാറ ബുക്ര, അവർ നാളെ കാറ് കൊണ്ടുവരും. ദേ വിൽ ബ്രിങ് ദ കാർ ടുമോറോ എന്നുള്ളതിന് ഇങ്ങനെയാണ് പറയാം, ബിജീബു അസയ്യാറ ബുക്ര. മറ്റൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽ യൗം സുകൂൻ ഇൻത് എന്ന് പറഞ്ഞാൽ ഇന്ന് നീ ലീവാണോ അതിന്റെ അർത്ഥം എന്ന് പറയുന്ന ചോദ്യം. ഓക്കെ, അൽ യൗം സുകൂൻ ഇൻത് എന്നാണ്. അൽ യൗം, അൽ യൗം സുകൂൻ ഇൻത്. ഓക്കെ, ഇത് ലീവാണോ എന്നുള്ളതാണ്. ലീവുമായിട്ട് ഒരു ബന്ധവും ഈ വാക്കിനില്ല. ഓക്കെ, സുക്കൂൻ, സക്കീനത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തത, സമാധാനം, ഇതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സുക്കൂൻ എന്ന് പറഞ്ഞാൽ അല്യോം സുക്കൂൻ ഇൻത്,
അത് ശരിക്ക് അങ്ങനെ തന്നെയാണോ സെന്റൻസ് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ അത് ശാന്തമായി ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പറയാം ഓക്കെ സുക്കൂൻ എന്ന് നമ്മൾ പറയാം, ശാന്തമാണ് എന്നുള്ള രൂപത്തിൽ സംസാരിക്കാം. ഓക്കെ, അപ്പൊ അല്യവും സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ശാന്തമാണ്, ഇന്ന് സമാധാനമാണ്. ഇപ്പോ നമ്മൾ വർക്ക് പ്ലേസിലേക്ക് വരുമ്പോൾ, നമ്മൾ ഓഫീസിലേക്ക് വരുമ്പോൾ എല്ലാവരും ശാന്തമായിട്ടിരിക്കുകയാണ്. അല്യവും സുക്കൂൻ എന്ന് പറയും. ഇന്നെന്താണ്, ഇത് വല്ലാത്ത ശാന്തതയാണല്ലോ എന്ന രൂപത്തിലേക്ക് സംസാരിക്കാം. ഈ ഒരു ഉപയോഗത്തിനാണ് എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് സുക്കൂൻ എന്നുള്ളത് ഉപയോഗിക്കുക. ശരിക്കും ലീവ് എന്നുള്ളതിൽ എന്താണ് വാക്ക്, ഇജാസ എന്നുള്ളതാണ്. ഇജാസ നമുക്കറിയില്ല, ഇജാസ. ഓക്കെ, അപ്പോ ഇജാസയുമായി ഒരു ബന്ധവും സുക്കൂന് ഇല്ല. ആ ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ ശാന്തമാണ്, ഒരു അന്തരീക്ഷം ശാന്തമാണ് എന്നൊക്കെ പറയാനാണ് എന്ത് ഈ സുക്കൂൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, ഐ വിൽ സ്റ്റേ ഹിയർ, ഞാൻ ഇവിടെ നിന്നോളാം. രണ്ടാമത്തത് ആ കമന്റിൽ തന്നെ വന്ന, അതിന്റെ കൂടെ തന്നെ വന്ന് സ്റ്റേ ഹിയർ, ഇവിടെ നിൽക്ക്, നീ ഇവിടെ നിൽക്ക്. ഇത് രണ്ടും എങ്ങനെയാണ് പറയാന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റേ ഹിയർ, നീ ഇവിടെ നിൽക്ക് എന്നുള്ളതിന് നമുക്ക് ആദ്യം പറയാം. ഓക്കെ, സ്റ്റേ ഹിയർ, ഇവിടെ നിൽക്ക് എന്നുള്ളതിന് ഖല്ലീഖ് ഹിന എന്നാ പറയാം. ഖല്ലീഖ് ഹിന, ഖല്ലീഖ്, ഇത് ഖ എന്ന ശബ്ദമാണ്. ഖ അല്ല, നഖത്തിന്റെ ഖ എന്ന രൂപത്തിലല്ല, ഖ എന്നുള്ള ശബ്ദം. ഖ നമ്മുടെ തൊണ്ടയുടെ ഏറ്റവും മേലെ ഭാഗത്തുനിന്നാണ്. ഖ, ഖല്ലീഖ് ഹിന, ഹിന എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പൊ നീ ഇവിടെ നിൽക്ക്, സ്റ്റേ ഹിയർ എന്നുള്ളതിന് എന്താ പറയാ, ഖല്ലീഖ് ഹിന. അത്ര മതി, ഖല്ലീഖ് ഹിന എന്ന് പറഞ്ഞാൽ സ്റ്റേ ഹിയർ. ഇനി ഐ വിൽ സ്റ്റേ ഹിയർ, അത് വളരെ എളുപ്പമാണ്. എന്ത്, ഐ വിൽ സ്റ്റേ എന്നുള്ളതിന് എന്ത് പറഞ്ഞാൽ മതി, ബക്കുൻ ഹിന എന്ന് പറഞ്ഞാൽ മതി. എന്താണ്, ബക്കുൻ ഹിന. ഇനിയും കമന്റുകളിൽ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് ആണ് ഞാൻ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യുന്നത്. ശരി, അപ്പോൾ ഇനി ബാക്കി ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്. മഅ സലാമ.